ഞാൻ പുള്ളിയുടെ മുന്നേ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിറക്കണേണ് അഭിനയിക്കുമ്പോൾ. ഞാൻ ഇങ്ങനെ വിറക്കണേണ്, പുള്ളിക്ക് തന്നെ അറിയാം. പക്ഷേ ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഈ ഭാവമൊക്കെ ഇങ്ങനെ വിറക്കണം. ആ പുള്ളി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, വിനായകം, വർമ്മൻ ഇല്ലേനാ എൻ്റെ ജയിലർ ഇല്ലേന്നാണ് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞത് എന്നോട്. അങ്ങനെയൊക്കെ ഒരു വാക്ക് രജനി സാറിൻ്റെ അന്ന് കിട്ടിയ എന്നെപ്പോലുള്ള ഒരാൾ ഞാൻ പിന്നെയും പറഞ്ഞതാണ്. പറ്റാവുന്ന അത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. ചേട്ടനെ ഒരു ദേഷ്യക്കാരനായിട്ടാണ് വെക്കുന്നത്, എന്തായിരിക്കും ചേട്ടാ കാരണം? എനിക്ക് ദേഷ്യക്കാരനായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കാണാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവരെ കാണുമ്പോൾ ദേഷ്യം വരും. വെരി സിമ്പിൾ. ഓക്കെ. പരിപ്പ് കഴിക്കണം, അതിൻ്റെ മുമ്പിൽ ബീഫ് കറി വേണമെന്ന് വെച്ചിട്ട് എന്ത് കാര്യം? ചേട്ടാ, രജനീകാന്തിൻ്റെ ജയിലർ ചേട്ടൻ അതിൻ്റെ ഒരു വലിയ ഭാഗമായിരുന്നു. അപ്പോൾ ആ പടത്തിന് ശേഷം ചേട്ടൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് മനസ്സിലായത് ശരിക്കും ഞാൻ ഗോവയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഗോവയിൽ മുമ്പ് ഞാൻ ചെന്ന് നിൽക്കുന്ന ഒരു ജംഗ്ഷനുണ്ട്. അപ്പോൾ അവിടെ ഒരു 5 പേരൊക്കെ ഒരു ദിവസം വന്നിട്ട് ഹലോ ചേട്ടാ ഫോട്ടോ എടുക്കാൻ പറയുള്ളൂ. ഇതിപ്പോൾ 50 പേര് വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അത്ര ഹിറ്റായിപ്പോയി. ദൈവം സഹായിച്ച് നടന്നു. ഫോട്ടോ ഒക്കെ ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ്. പ്രസൻറ്റ് ടൈമിൽ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിന് നിൽക്കണമായിരിക്കില്ലേ, ആ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഷൂട്ടിങ് അത് ചെയ്യുക. അപ്പോൾ ആ സമയത്തൊക്കെ ഫോട്ടോ സെൽഫി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യമില്ല, വേണ്ടാന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഗെറ്റപ്പൊക്കെ പുറത്ത് വിടുക പടത്തിൻ്റെ. പെട്ടെന്ന് ആൾക്കാർ അതൊക്കെ ചേട്ടാ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഒരു സെൽഫി അല്ലേന്ന്. ഇങ്ങനെ കഷണ്ടിയൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ വിട്ടാൽ പിന്നെ ഈ പടത്തിൻ്റെ എന്ത് പ്രൊമോഷൻ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ വേണ്ട അത്രേ ഉള്ളൂ. രജനീകാന്തിനൊപ്പം അഭിനയിച്ചപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെ രജനി സാറിൻ്റെ കൂടെ അഭിനയിച്ച് ഞാൻ പുള്ളിയുടെ മുന്നേ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിറക്കണേണ് അഭിനയിക്കുമ്പോൾ. ഞാൻ ഇങ്ങനെ വിറക്കണേണ്, പുള്ളിക്ക് തന്നെ അറിയാം. പക്ഷേ ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഈ ഭാവമൊക്കെ ഇങ്ങനെ വിറക്കണം. ആ പുള്ളി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, വിനായകം, വർമ്മൻ ഇല്ലേനാ എൻ്റെ ജയിലർ ഇല്ലേന്നാണ് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞത് എന്നോട്. അങ്ങനെയൊക്കെ ഒരു വാക്ക് രജനി സാറിൻ്റെ അന്ന് കിട്ടിയ എന്നെപ്പോലുള്ള ഒരാൾ ഞാൻ പിന്നെയും പറഞ്ഞതാണ്. പറ്റാവുന്ന അത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലർ കഴിഞ്ഞിട്ട് സൈൻ ചെയ്യണ പടമാണിത്, തെക്ക് വടക്ക്. അപ്പോൾ ഒന്ന് ശ്രീമാർ, പിന്നെ എൻ്റെ ഫ്രണ്ട് ലാസർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. അപ്പോൾ പുള്ളി ആയിട്ടാണ് ഈ പടം വരുന്നത്. റിട്ടയർഡ് KCB എഞ്ചിനീയർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ക്യാരക്ടർ. പിന്നെ ഡിസൈൻ കാണിച്ച് അതും എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ആഫ്റ്റർ ജയിലർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വർമ്മൻ കഴിഞ്ഞിട്ട് മാധവൻ, വർമ്മന് ശേഷം മാധവൻ. അതാണ് ചേട്ടാ. ഇപ്പോൾ കണ്ടുവരുന്ന മലയാളം പടങ്ങൾ തെലുങ്കിലായാലും തമിഴിലായാലും അന്യ സംസ്ഥാനങ്ങളിലായാലും ഒരുപാട് ശ്രദ്ധ, മലയാള പടം ഭയങ്കരമായിട്ട് ഹിറ്റാണ്, നാഷണൽ ലെവലിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. അപ്പം നമ്മുടെ മലയാളത്തിലെ ഈ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പോൾ ചേട്ടൻ അതിനെ എങ്ങനെ വിലയിരുത്തും? ഇതിൻ്റെ ഒരു മെയിൻ കാര്യം ഒന്ന്, ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും TV എല്ലാം ഇങ്ങനെ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലോ, കണ്ട് എല്ലാം മരിച്ചു. ഈ സമയത്ത് എനിക്ക് തോന്നിയതാണ്, എൻ്റെ ഒരു ചിന്തയാണ്, ഇന്ത്യ മൊത്തം ഉള്ള സിനിമ കാണുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി മലയാള സിനിമ എല്ലാവരും കണ്ട്. ഇപ്പോൾ നാഷണൽ ലെവലിൽ OTT പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് മലയാള പടത്തിന് ഉണ്ട്. അത് ഈ കൊറോണ ആയിട്ട് അന്നാണ് ഈ നോർത്തിലും സൗത്തിലൊക്കെ ഉള്ള ബാക്കിയുള്ള മലയാള പടം കാണാത്ത ആൾക്കാരെല്ലാം മലയാള പടം കണ്ടുപോയത്. അപ്പം മലയാള പടത്തിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ട് ഭയങ്കര റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മലയാള സിനിമക്ക് അത്യാവശ്യം നാഷണൽ ലെവലിൽ തന്നെ മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങി അടുത്ത ഹിറ്റായിരിക്കുന്ന എല്ലാ പടവും നോക്കി കോടിക്കണക്കിന് രൂപകളാണ് ഉണ്ടാക്കുന്നത്. കാശിൻ്റെ ബിസിനസ്സും വന്നിരിക്കുന്നതെല്ലാം പുതിയ പിള്ളേരുമാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സൊന്നും ഇല്ല, എല്ലാം പുതിയ പിള്ളേരാണ്. പക്ഷേ പടം ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നതിലും വലിയ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത്. അത് മലയാള സിനിമയുടെ യങ് എന്താ പറയുക കമ്മേഴ്സിൻ്റെ പവറാണ്.